ഹായ് ചങ്ങളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പൊ നാം ഇന്ന് വന്നേക്കുന്നത് ഒരു കുക്കിംഗ് വീഡിയോ ആയിട്ടാണ്. അതും സ്പെഷ്യൽ ഐറ്റംസ് കോഴിക്കോടൻ കൂന്തൽ നിറച്ചത്. അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നത് നമുക്കൊന്ന് നോക്കാം. നമുക്ക് ഇതിനായിട്ട് വരുന്ന ഇൻഗ്രീഡിയൻസ് മുളക് പൊടി, മഞ്ഞൾ, ഗരം മസാല, ചിക്കൻ മസാല, പിന്നെ തേങ്ങ, ഇഞ്ചി, പച്ചമുളക്, സവാള, പിന്നെ ചെറുതായി അരിഞ്ഞ കൂന്തളും, പിന്നെ മെയിനായിട്ട് നിറക്കാനുള്ള കൂന്തൽ. നമുക്ക് ആവശ്യമായ ഓയിൽ ആദ്യം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഓയിൽ നല്ലോണം ചൂടായി വന്നതിന് ശേഷം സവാള ഇട്ട് കൊടുക്കുക. സവാള, ഇഞ്ചി, പിന്നെ നമുക്ക് വെളുത്തുള്ളി, പച്ചമുളക്, ഈ ഐറ്റംസ് ഒക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. അത്യാവശ്യം വഴണ്ട് വന്നതിന് ശേഷം നമുക്ക് സ്പൈസസ്, മേലെ പറഞ്ഞ സ്പൈസസുകൾ എല്ലാം ഇട്ട് കൊടുക്കുക. നമ്മൾ ഇതിൽ കാശ്മീരി മുളകാണ് യൂസ് ചെയ്തേക്കുന്നത്, അധികം എരിവില്ലാണ്ടിരിക്കാൻ. അതിനുശേഷം നമുക്ക് കൂന്തൽ ഇട്ട് കൊടുക്കുക. ആവശ്യത്തിന് ഉപ്പും നല്ലോണം ഡ്രൈ ആക്കിയതിന് ശേഷം കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം. ആവശ്യത്തിന് തേങ്ങയും കൂടി ആഡ് ചെയ്ത് കൊടുത്താൽ നമ്മുടെ മസാല ഒരുവിധം റെഡി ആയിട്ടുണ്ട്. പിന്നെ നമുക്ക് കൂന്തലിന് സ്റ്റഫ് ചെയ്ത് കൊടുക്കാനായിട്ട് നമ്മൾ പച്ച ഈർക്കിലാണ് എടുത്തത്. അപ്പം അത് നമ്മൾ ഡയറക്റ്റ് തന്നെ ചീവി റെഡിയാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ഫില്ലിങ് നമ്മുടെ കൂന്തലിലേക്ക് കറക്റ്റായിട്ട് ഫില്ല് ചെയ്ത് വെക്കണം. അതിന് വലിയ റിസ്ക് ഒന്നുമില്ല. നമുക്ക് ചെറിയ ചെറിയ ഉണ്ടകളാക്കിയിട്ട് മസാല കറക്റ്റ് അതിൻ്റെ വായിൻ്റെ ആ ഭാഗത്തായിട്ട് കറക്റ്റ് മാക്സിമം ഫില്ല് ചെയ്ത് കറക്റ്റ് സെറ്റാക്കി വെച്ചു കൊടുക്കുക. അതിനുശേഷം നമ്മൾ നേരത്തെ കട്ട് ചെയ്തിരുന്ന തല ഉണ്ടല്ലോ, അത് കറക്റ്റായ സെയിം പൊസിഷനിൽ വെച്ചിട്ട് നമുക്ക് ഈർക്കിലി എടുത്തിട്ട് കറക്റ്റ് സ്റ്റിഫ് ചെയ്ത് കറക്റ്റ് സെറ്റ് ചെയ്ത് വെച്ചു കൊടുക്കുക. നല്ല കറക്റ്റ് പഴയ പോലെ തന്നെ സെറ്റപ്പിലിരിക്കും. അതിനുശേഷം നമുക്കിത് സ്റ്റീം ചെയ്യണം. സ്റ്റീം ചെയ്യുമ്പോൾ ഒരു വാഴല നിർബന്ധമായിട്ട് ഇടണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് കുറച്ച് വെള്ളവും വരും. അപ്പം ഇത് നമ്മൾ ലൂസായിട്ടാണ് ഈ സംഭവം ഉണ്ടാവുക, അത് നല്ല സ്റ്റിഫ് ആവുകയും ചെയ്യും. അപ്പം ഈ വാഴല നമ്മൾ വെച്ച വെള്ളത്തിൽ തന്നെയാണ് നമുക്ക് ഇതിൻ്റെ മസാല നമുക്ക് ഉണ്ടാക്കേണ്ടത്. അപ്പം അതിന് ശേഷം നമ്മൾ പാനിലേക്ക് ആ വെള്ളം എടുത്തിട്ട് കുറച്ച് കാശ്മീരി മുളകും ആവശ്യത്തിന് വേപ്പില ഇട്ടിട്ട് ഇതേപോലെ അത്യാവശ്യം ഡ്രൈ ആയി വരുമ്പോൾ ഈ നമ്മൾ നേരത്തെ സ്റ്റീം ചെയ്ത് വെച്ച കൂന്തൽ എടുത്ത് കറക്റ്റ് ജസ്റ്റ് നല്ല രൂപത്തിൽ, അധികം ഉടയാത്ത രൂപത്തിൽ കറക്റ്റ് ലെവൽ ചെയ്തിട്ട് അത് പുരട്ടി എല്ലാ ഭാഗത്തും ആവുന്ന രൂപത്തിൽ കറക്റ്റ് ചെയ്ത് വെക്കാം. ഇതോടുകൂടി നമ്മുടെ പ്രിപ്പറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമ്മുടെ കൂന്തൽ നിറച്ച് റെഡി ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ അടിപൊളി സംഭവമാണ്. അപ്പൊ നമ്മൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കട്ടെ എങ്ങനെ ഉണ്ടെന്ന്.